ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലയും പച്ചമുളകും സവാളയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും പൊടിയായിട്ടുള്ള രീതിയിൽ വേണം കേട്ടോ നമ്മളിതിലേക്ക് ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിതിനെ മിക്സ് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ ഒരുമിച്ചിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എനിക്കിത് മൊത്തമായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓരോരുത്തരും എടുക്കുന്ന പൊടിക്കനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഏകദേശം 1.5 കപ്പ് പൊടിക്ക് ഒരു 1.5 കപ്പിന് മുകളിലായിട്ട് വെള്ളം മതിയാവും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസാവാത്ത രീതിയിൽ വേണം നമ്മളിതിനെ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നാൽ ഒരുപാട് തിക്കാവാനും പാടില്ല. ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ ദോശ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ ചുറ്റിച്ചെടുക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ ഇവിടെ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം കുറച്ചൊരു തിക്കായിട്ടാണ് ഉള്ളത്, എന്നാൽ ഒരുപാട് ലൂസായിട്ടുമല്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഒരു തവ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ദോശമാവ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചിട്ടെടുക്കാം. അപ്പോൾ പാൻ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കാതെ നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പോൾ അതാ ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് മുകളിൽ ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ കുറച്ചൊന്ന് കോക്കനട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദോശയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പാനിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ഓരോ ദോശയും റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാനിലേക്ക് കുറച്ചൊന്ന് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ദോശ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പാനിൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് അടുത്തത് ഞാൻ സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മടിയുള്ള ദിവസങ്ങളിലും തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലും കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരും. ഇനി ഇതിനെ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടോട് കൂടെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് സെപ്പറേറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ സെയിം രീതിയിൽ തന്നെ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് പൊടി വെച്ചിട്ട് നമുക്കിവിടെ ഏകദേശം ഒരു 9 അപ്പമാണ് കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ തന്നെയുള്ള ദോശയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ദിവസം മുഴുവനും ഇതേ രീതിയിൽ തന്നെ വെച്ചാലും നമുക്ക് സോഫ്റ്റ്നെസ് ഒന്നും നഷ്ടപ്പെടില്ല. അത്രയും നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ദോശ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം.